വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 18 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ 19ാമത്തെ ചോദ്യം, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലെ 99ാമത്തെ ചോദ്യം. 2 ചോദ്യം കൂടെ പഠിച്ചു കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പൂർണ്ണമാകും. ഈ ഒരു ചോദ്യം വോയിസുമായി ബന്ധപ്പെട്ടതാണ്. ചേഞ്ചിങ് ആക്റ്റീവ് വോയിസ് ഇൻറ്റു പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ് തന്നിരിക്കുന്നത്. ഇതാണ് ഹി ഹാഡ് ഡൺ ഇറ്റ്, ചേഞ്ച് ദി വോയിസ്. ഹി ഹാഡ് ഡൺ ഇറ്റ്, അതിനെ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബിഫോർ ദാറ്റ് we have to understand some rules related to changing active voice into passive voice. ആദ്യം പാസീവ് വോയിസിനെ ആക്റ്റീവ് വോയിസ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ അത് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം തന്നിരിക്കുന്ന സെൻറ്റൻസിൽ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഒരു സെൻറ്റൻസിൻ്റെ ഓർഡർ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് ഇതാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ആക്റ്റീവ് വോയിസിലെ ഓബ്ജക്റ്റിനെ സബ്ജക്റ്റായിട്ട്, പാസീവ് വോയിസിലെ സബ്ജക്റ്റായിട്ട് എഴുതുക. അപ്പോൾ ഓർഡർ ഇങ്ങനെ ആവും, ഒ വി എസ് എന്നാവും. ഇവിടെ ഹി ഹാഡ് ഡൺ ഇറ്റ്. അതിന് മുമ്പ് ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമത് ചേഞ്ചിങ് ആക്റ്റീവ് ഇൻറ്റു പാസീവ്. അതിന് പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് വോയിസിലെ ഓബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റായിട്ട് എഴുതുക. അപ്പോൾ ഐഡന്റിഫൈ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് ഓബ്ജക്റ്റിനെ സബ്ജക്റ്റായിട്ട് എഴുതുക. ഇവിടെ ഓബ്ജക്റ്റ് ഇറ്റ് ആണ്, അപ്പോൾ ഇറ്റ്. പിന്നെ ഹാഡ് ആണ് വന്നിരിക്കുന്നത്. ഹാഡ് വന്നാൽ ബീൻ ചേർക്കണമെന്ന്. ഹാഡ് ബീൻ ഡൺ ബൈ ഹിം. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഹി ഹാഡ് ഡൺ ഇറ്റ്, ഇവിടെ ചേഞ്ച് ദി വോയിസിൽ ഇറ്റ് ഹാഡ് ബീൻ ഡൺ ബൈ ഹിം. ഇതാണ് കറക്റ്റ് ആൻസർ. ചോയ്സ് ഞാൻ തരുന്നില്ലെന്നേ ഉള്ളൂ, ഇത് കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ ഇതാണ് എന്ന് മനസ്സിലേക്ക് വെക്കുക. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഒന്നാമത്തെ റൂള് ഐഡൻറ്റിഫൈ ദി സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. രണ്ടാമത്തത് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിന് ചില അഡീഷൻസ് വരുത്തണം. ഉദാഹരണത്തിന് ഈസ്, ആം, ആർ, വാസ്, വെയർ. ഇതിനെ നമ്മൾ ഇറ്റ് ബി ഫോംസ് എന്നാണ് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് ഒരു അഡീഷൻ നടത്തണം. BEING, ബീയിങ് എന്ന് ചേർത്ത് വേണം. അപ്പോൾ ഈസ് ബീയിങ്, ആം ബീയിങ്, ആർ ബീയിങ്, വാസ് ബീയിങ്, വെയർ ബീയിങ് എന്ന് ചേർത്തിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇനി ഹാസ്, ഹാവ്, ഹാഡ്. ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് ആണ് സെൻറ്റൻസിൽ വരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ പ്ലസ് ബീൻ ചേർത്ത് ബീൻ പ്ലസ് PP ഫോം ഉപയോഗിക്കുക. ഇവിടെ ബീൻ പ്ലസ് PP ഫോം ഉപയോഗിക്കുക. ഇവിടെ ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും വരിക. എല്ലായ്പ്പോഴും വി മസ്റ്റ് യൂസ് ഓൺലി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓർ V3 ഫോം ഓഫ് ദി വെർബ് ഇൻ പാസീവ് വോയിസ്. പാസീവ് വോയിസിൽ വെർബിൻ്റെ മൂന്നാമത്തെ രൂപം മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത റൂൾ എന്താണെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ മോഡൽ ആക്സിലറിയിലേക്ക് പോകാം. മോഡൽ ആക്സിലറി വിൽ, ഷാൽ, ക്യാൻ, മേ, മൈറ്റ്, മസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂടെ ബീൻ ചേർത്ത് വേണം ഉപയോഗിക്കാൻ. ബീൻ പ്ലസ് PP ഫോം അല്ലെങ്കിൽ V3 ഫോം ആയിരിക്കണം. അപ്പോൾ അതെങ്ങനെ മാറും? വിൽ ബി, ഷാൽ ബി, വുഡ് ബി, കുഡ് ബി, മേ ബി, മൈറ്റ് ബി എന്നിങ്ങനെ സെൻറ്റൻസ് മാറും. അടുത്ത ഒരു കേസ്, അപ്പോൾ ഇവിടെ ടു ബി ഫോംസിൻ്റെ കേസ് പറഞ്ഞു. അതുപോലെ ഹാസ്, ഹാവ്, ഹാഡ് വന്നാൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. മോഡൽ ആക്സിലറി വന്നാലും ചേഞ്ച് ചെയ്യേണ്ട രൂപം പറഞ്ഞു. ഇനി റൈറ്റ് ഓർ റൈറ്റ്സ്, ഇത് രണ്ടും പ്രസന്റ് സിമ്പിൾ ടെൻസിലെ പ്ലൂറൽ സബ്ജക്റ്റിനോട് ഉപയോഗിക്കുന്ന ബേസ് ഫോമാണ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് റൈറ്റ്. ഇത് സിംഗിളിനോട് ഉപയോഗിക്കുന്ന എസ് ഫോം അല്ലെങ്കിൽ ഡസ് ഫോം. സിംഗിൾ ഫോമിനോട് ഉപയോഗിക്കുന്ന വെർബാണ് എസ് ഫോം. ഇങ്ങനെ വന്നാൽ നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച് ഇസ്, ആം, ആർ പ്ലസ് V3 ഫോം ആയിരിക്കണം എഴുതേണ്ടത്. ഈസ്,
കയ്യിൽ നിന്ന് എടുക്കണം, ആം കയ്യിൽ നിന്ന് എടുക്കണം, ആർ കയ്യിൽ നിന്ന് എടുക്കണം. ടു ബി ഫോംസിലെ പ്രസന്റ് ഫോംസ്. ഇനി റൈറ്റിന് പറഞ്ഞ റോട്ടാ വരുന്നെങ്കിൽ പാസ്റ്റ് സിമ്പിൾ അവിടെ വാസ് ഓർ വെയർ ഉപയോഗിക്കണം. പിന്നെ ഒരു അഡീഷനും ഇല്ല, വെർബിന്റെ V3 ഫോം മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, വോയിസ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാൻ. അപ്പോൾ 19ാമത്തെ ആൻസർ he had done it. തന്നിരിക്കുന്ന ചോയ്സ് ഇറ്റ് വാസ് ഡൺ ബൈ ഹിം, ഇറ്റ് ഹാഡ് ബീൻ ഡൺ ബൈ ഹിം, ഇറ്റ് വാസ് ബീങ് ഡൺ ബൈ ഹിം, ഇറ്റ് ഹാഡ് ഡൺ ബൈ ഹിം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഇറ്റാണ്, അതിനെ സബ്ജക്റ്റ് ആയിട്ട് ഇടുന്നു നമ്മൾ ഇറ്റ്. പിന്നെ ഓക്സിലറി വെർബ് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ നോക്കുന്നു. ഇവിടെ ഹാഡ് ഉണ്ട്, അപ്പോൾ ഇറ്റ് ഹാഡ് വന്നാൽ ബീൻ ചേർക്കണമെന്നാണ്, ഇറ്റ് ഹാഡ് ബീൻ. ഡൺ അവിടെ ഉണ്ട്, ഹാസ് ഹാവ് ഹാഡ് വന്നാൽ തേർഡ് ഫോം ആയിരിക്കും തന്നിരിക്കുന്നത്, ഡൺ. ഇനി ഏജന്റ് ബൈ ഹിം, ഹി ആയതുകൊണ്ട് ഹിം. ഇവിടെ ഐ വന്നാൽ മീയാക്കും, ഹി വന്നാൽ ഹിമാക്കും, ഷി വന്നാൽ ഹറാക്കും, ദേ വന്നാൽ ദമ്മാക്കും, വി വന്നാൽ അസാക്കും. അതേ രീതിയിൽ ഉള്ള ചേഞ്ചുകൾ ഇവിടെ ബൈ ഏജന്റിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ ആൻസർ ഇറ്റ് ഹാഡ് ബീൻ ഡൺ ബൈ ഹിം, അതായത് ബി ആണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ടെൻസിന്റെ ബേസിൽ പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഐ റൈറ്റ് എ ലെറ്റർ. എ ലെറ്റർ സബ്ജക്റ്റ് ആക്കുന്നു, എ ലെറ്റർ. റൈറ്റ് പ്രസന്റ് സിമ്പിൾ ആയതുകൊണ്ട്, എ ലെറ്റർ സിംഗിൾ ആയതുകൊണ്ട് എ ലെറ്റർ ഈസ്. റൈറ്റ് റോട്ട് റിട്ടൺ, എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ മീ. ഹി ആണെങ്കിൽ ഹി റൈറ്റ്സ് എ ലെറ്റർ എന്ന് വരും, അവിടെ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹിം എന്ന് വരും. അപ്പോൾ അതേ രീതിയിൽ ആ ചേഞ്ച് അവിടെ ഉണ്ടാകും. റൈറ്റ്സ് ഹി ആകുമ്പം റൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എസ് ഫോം വന്നാലും ബേസ് ഫോം വന്നാലും ഈസ് സബ്ജക്റ്റ് സിംഗിൾ ആയതുകൊണ്ട് ഈസ് ഉപയോഗിക്കാം. പ്രസന്റ് സിമ്പിൾ. ഈ പ്രസന്റ് കണ്ടിന്യൂസ്. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഇവിടെ എ ലെറ്റർ സബ്ജക്റ്റ്, എ ലെറ്റർ. ആം ഇവിടെ ഉണ്ട്, ലെറ്ററിലൂടെ ആം ചേരത്തില്ല, ഐയുടെ കൂടെ ചേരുന്നു. എ ലെറ്റർ സിംഗിൾ ആയതുകൊണ്ട് ഈസ്. ഓക്സിലറി വെർബ് ഉള്ളതുകൊണ്ട് ഈസ് ആം ആർ വാസ് വേർ വന്നാൽ ബീങ് ചേർക്കണം, അപ്പൊ ഈസ് ബീങ്. എ ലെറ്റർ ഈസ് ബീങ് റിട്ടൺ. റൈറ്റ് റോട്ട് റിട്ടൺ ബൈ മീ. പ്രസന്റ് പെർഫെക്റ്റ്. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. I have written a letter. A letter. A letter. ഇവിടെ ഹാവ് ഉണ്ട്. എ ലെറ്ററിന്റെ കൂടെ ഹാവ് പ്ലൂറൽ ആണ് ഹാവ്, അതുകൊണ്ട് അതിന്റെ സിംഗിൾ ഫോം ഹാസ്. റിട്ടൺ എ ലെറ്റർ ഹാസ് ബീൻ. ഹാസ് ഹാവ് ഹാഡ് വന്നാൽ ബീൻ ചേർക്കണം, അപ്പോൾ എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ മീ. Then present perfect continuous. I have been writing a letter. I have been writing a letter. അപ്പോൾ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിനും പാസീവ് ഫോം ഇല്ല. Then come to past simple. I wrote a letter. ആൻസർ എ ലെറ്റർ. പാസ്റ്റ് ആയതുകൊണ്ട് വാസ് റിട്ടൺ ബൈ മീ. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ്. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. I was writing a letter. A letter was അവിടെ ഉണ്ട്, was being written by me. Past perfect. I had written a letter.
A letter had been written by me. Then past perfect continuous, no passive form. I had been writing a letter. Then future simple. I will write a letter. A letter will be written by me. Then future continuous. I will be writing a letter. I will be writing a letter. A letter will be വന്നാൽ will be വന്നാൽ will be plus being plus V3 ആയിരിക്കണം ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ വരും a letter will be being written by me. Then future perfect. ഇത് future continuous, future perfect. I will have written a letter. I will have. A letter will have, shall have വന്നാൽ been, will have been. A letter will have been written by me. അപ്പോൾ will be വന്നാൽ will be been. Will have വന്നാൽ അല്ലെങ്കിൽ shall have വന്നാൽ will have or shall have ഒക്കെ വന്നാൽ will have been plus V3. ഇതാണ് ടെൻസുമായിട്ട്. ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. നോ പാസീവ് ഫോം. അതിന് പാസീവ് ഫോം ഇല്ല. അപ്പോൾ ടെൻസുമായി ബന്ധപ്പെട്ട് വെർബിൻ്റെ ടെൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ 12 ടെൻസസ് ഐ ഹാവ് ഡിസ്കസ്ഡ് ഹിയർ. 12 ടെൻസസ്. പാസീവ് ഫോം ഹാസ് 9 verbs have അല്ലെങ്കിൽ present simple, present continuous, present perfect, past simple, past continuous, past perfect, future simple, future continuous, future perfect. All these 9 tenses have passive form. Okay. ഇനി നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹു റോട്ട് ദിസ് ബുക്ക്? ഹു റോട്ട് ദിസ് ബുക്ക്? ക്വസ്റ്റ്യൻ വന്നാൽ ഇവിടെ ഹു സ്റ്റാർട്ട് ചെയ്ത് ഇരിക്കുന്നുണ്ട്. ബൈ ഹൂം എന്നാരംഭിക്കാം. ബൈ ഹൂം. ഇനി സബ്ജക്റ്റിലേക്ക് പോവുക. ദിസ് ബുക്കാണ്. അപ്പം ഹു റോട്ട് ദിസ് ബുക്ക്? ദിസ് ബുക്ക്. ബൈ ഹൂം ദിസ് ബുക്ക്. ഇനി റോട്ടാണ്. റോട്ട്. അപ്പം റോട്ട് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. ഹു റോട്ട് ദിസ് ബുക്ക്? ബൈ ഹൂം ദിസ് ബുക്ക് വാസ്. പാസ്റ്റ് ആയതുകൊണ്ട് റിട്ടൺ. By whom this book was written. Okay. When will they start the meeting? അടുത്തത് when will question. When will സബ്ജക്റ്റിലേക്ക് പോവുക. the meeting അല്ല, when will they start the meeting? the meeting. when will the meeting ആണ് object. when will the meeting. will ഉണ്ടതുകൊണ്ട് be. When will the meeting be started? Third form. Agent ഉണ്ട് by them. Okay. ഇനി മറ്റൊരെണ്ണം. Did he completed the task? Did ഇത് completed. Did he completed the task? അപ്പോൾ did he complete the task? Did past ആണ്.
ഇവിടെ ദി ടാസ്ക് ആണ് ഓബ്ജക്റ്റ്. അപ്പോൾ വാസ് ദി ടാസ്ക് completed. Was the task completed? Okay. Then next ഒരു imperative sentence. Please close the door.